ശ്രീ ഗോപാലകൃഷ്ണൻ, ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഹിന്ദുവിരുദ്ധമായ ഒരു നടപടി സംസ്ഥാന ലോട്ടറി വകുപ്പിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ്. ശിവലിംഗത്തിൽ ആർത്തവരക്തം വീഴുന്ന രീതിയിൽ ഉള്ള ഒരു ചിത്രമാണ് സുവർണ കേരളം ലോട്ടറിയിൽ അച്ചടിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് BJP വിഷയത്തെ സമീപിക്കുന്നത്? സുവർണ കേരളമല്ല, ഇത് പിണറായി കേരളത്തിന്റെ ഒരു പ്രതിബിംബമാണ്. പിണറായി മാത്രമല്ലല്ലോ, ഈ വിഷയത്തിലൊന്നും ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേ കാഴ്ചപ്പാടാണ്. എന്തിനാണെന്ന് ഈ ഹിന്ദുക്കളെ ഇങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടി, ഹിന്ദു ദേവീദേവന്മാരെ ഇങ്ങനെ അപമാനിക്കാൻ വേണ്ടി എന്തിനാണെന്ന് ഇങ്ങനെ കാണിക്കുന്നത്? ക്രൈസ്തവ കരോളിനെതിരെ ആരോ ഉത്തരേന്ത്യയിൽ, ആരാണെന്ന് പോലും അറിയില്ല, ആരോ ഉത്തരേന്ത്യയിൽ അല്പം എതിർപ്പ് കാണിച്ചു, അല്ലെങ്കിൽ ആ കരോളിനെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു. എന്താണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ബഹളം? ഇവിടെ ശിവലിംഗത്തിലാണ് ആർത്തവ രക്തം കാണിക്കുന്നത്. എന്തിനാണ് ഇത്? ആരെ പ്രകോപിപ്പിക്കാൻ, ആരെ സന്തോഷിപ്പിക്കാനാണത്? ഏത് ഇസ്ലാമിസ്റ്റുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്? ഏത് ഇസ്ലാമിസ്റ്റുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്? ഇതിന് സംശയമൊന്നുമില്ലാന്ന് ഈ മുസ്ലിം ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ, എല്ലാ മുസ്ലിങ്ങളും ഇതിൽ പെടില്ല, മുസ്ലിം തീവ്രവാദികൾ ഹിന്ദു വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നവരെ കൂടുതൽ കൂടുതൽ അംഗീകരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് പൊതുവെ കാണുന്നത്. ഇതര മതങ്ങളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണയ്ക്ക് വേണ്ടിയാണ് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഇവരുടെ പിന്തുണ കിട്ടാൻ വേണ്ടി നടത്തുന്ന നാണംകെട്ട, അപരിഷ്കൃത, വൃത്തികെട്ട സമീപനമാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. അതിന് ഈ ആർക്കും ഓടിക്കേറാൻ പറ്റുന്ന മരമായി, ചാഞ്ഞു കിടക്കുന്ന മരമായി കിടക്കുകയല്ലേ ഹിന്ദു മതം. അതുകൊണ്ട് എല്ലാവരും എതിർക്കുക. അയ്യപ്പന്റെ ശബരിമലയിൽ കാട്ടാള കാട്ടെടുക്കുക, സ്വർണം കാട്ടെടുക്കുക, അവിടേക്ക് യുവതികളെ കയറ്റുക, ഇപ്പൊ ശിവലിംഗത്തിന്റെ മുകളിലേക്ക് ആർത്തവ രക്തം ഒഴിക്കുക. ഇത് എന്തിന്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കോളേജിൽ പോയി കഴിഞ്ഞാൽ SFIക്കാര് സരസ്വതിയുടെ നഗ്നചിത്രം വരച്ചു വെക്കുക, ഇല്ലെങ്കിൽ ആർത്തവ രക്തത്തിൽ നിന്ന് അയ്യപ്പൻ ഇറങ്ങി വരുന്നത് കാണിക്കുക, സ്ത്രീകളുടെ ഗുഹ്യഭാഗത്തിൽ നിന്ന് ശിവലിംഗം വരുന്നത് കാണിക്കുക. ഇതെന്ത് വൃത്തികെട്ട സമീപനമാണ്? ഇതെന്തിനാ ഒരു വിഭാഗം, ഒരു മതവിഭാഗത്തെ മാത്രം ഇത്രയേറെ ഇങ്ങനെ അപമാനിക്കുന്നത്? എന്തിനാ? ഇനി ആരെങ്കിലും അത് ചോദ്യം ചെയ്താലോ, ഇപ്പൊ വിശ്വ ഹിന്ദു പരിഷത്തോ അല്ലെങ്കിൽ BJPയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം അത് ചോദ്യം ചെയ്താൽ വർഗീയവാദികളായി. ഗോപാലകൃഷ്ണൻ വർഗീയവാദിയായി. മിണ്ടാൻ പാടില്ല. നമ്മളിതെല്ലാം കേട്ടുകൊണ്ടിരിക്കണം, നമ്മൾ അനങ്ങാൻ പാടില്ല. ഇവനെയൊക്കെ ചെകിട്ടത്തടിക്കാത്തതിന്റെ കുഴപ്പമാണ്. കേരളത്തില് ഇത്തരം ലോട്ടറി അച്ചടിച്ചവനെ അടിച്ച് ചെകിട് പൊട്ടിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചാനലിലുള്ള ഒരുത്തൻ അവന്റെ ഫേസ്ബുക്കിൽ എഴുതി വെച്ചെന്താ, സനാതന ധർമ്മം അത് പകർച്ചവ്യാധിയാണ്. അവൻ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, അവനെ കൈ കിട്ടുമ്പോൾ രണ്ടെണ്ണം കൊടുക്കാം. പക്ഷെ അവൻ അംബേദ്കറെ അപമാനിച്ചു. അംബേദ്കർ അങ്ങനെ പറഞ്ഞു എന്നാ? അംബേദ്കർ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. സനാതന ധർമ്മത്തിന്റെ ഭാഗമായ ബുദ്ധമതത്തിലേക്കാണ് അംബേദ്കർ മതം മാറിയത് തന്നെ. എന്തുകൊണ്ടാണ് ബുദ്ധമതത്തിലേക്ക് മാറുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് ക്രൈസ്തവ ഇസ്ലാം മതത്തിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം അതിന്റെ മറുപടിയായിട്ട് തന്നെ അംബേദ്കർ എത്ര മനോഹരമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ വാസ്തവത്തിൽ ഇവിടുത്തെ ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യുക, ഹിന്ദു സംസ്കാരത്തെ തകർക്കുക, ഹിന്ദുവിനെ നശിപ്പിക്കുക, ഇതൊരു പ്രഖ്യാപിത ലക്ഷ്യവുമായിട്ടാണ് വാസ്തവത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പിണിയാളുകളായിട്ടുള്ള ഈ ഇസ്ലാമിസ്റ്റുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോ ഈ ലോട്ടറി. ഇത് സുവർണ ലോട്ടറി എന്നാണോ പറയേണ്ടത്, അതോ അധമ ലോട്ടറി എന്നാണോ പറയേണ്ടത്? ഇത് അധമ ലോട്ടറിയാണ്. അധമത്വമാണ് ഈ കാണിക്കുന്നത്. പിണറായി വിജയൻ എന്തു പറയാനുണ്ട്? ഇതിനെതിരെ ശക്തമായി പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ മതേതര സർക്കാർ നയിച്ചുകൊണ്ടിരിക്കുന്ന, മതേതര ഗവൺമെന്റ് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോട്ടറിയിൽ, ഒന്നാമത് ഒരു ലോട്ടറിയിൽ ശിവലിംഗം വെക്കേണ്ട കാര്യം എന്താ? ശിവലിംഗം കൊണ്ടുവരേണ്ട കാര്യം എന്താ? ലോട്ടറിയിൽ ഇങ്ങനെ ഒരു ചിത്രം വെക്കുന്നതിന്റെ അടിസ്ഥാനം എന്താ? സുവർണ കേരളം ശിവലിംഗത്തെ തകർത്തുകൊണ്ടാണോ ഉണ്ടാക്കുന്നത്? അതോ സ്ത്രീകളുടെ ആർത്തവം പുരട്ടിയിട്ടാണോ സുവർണ കേരളം ഉണ്ടാക്കുന്നത്? നിങ്ങളൊന്ന് ഈ ഒരിക്കൽ കേരളത്തില് ആർത്തവ സമ്മേളനോ മറ്റോ നടത്തി. ഒരിക്കല് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. റോഡിൽ ചുംബിക്കുക, ആ ചുംബന സമരം ഒരു ഭാഗത്ത്. ആ ചുംബന സമരം കഴിഞ്ഞപ്പോ ആർത്തവം
എങ്ങനെ സ്ത്രീകളുടെ ഗുഹ്യഭാഗത്തു നിന്ന് ആർത്തവം എങ്ങനെ വെളിയിൽ പോവാന്ന് പരസ്യമായിട്ട് കാണിച്ചു കൊടുക്കുക. അത് കാണിച്ചു കൊടുക്കുന്നതിൽ ഒരു വിരോധമില്ലാന്ന്, കാണിക്കാൻ താല്പര്യമുള്ളവർ കാണിച്ചോട്ടെ എന്ന് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോയത് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാനാണ് തീരുമാനിച്ചത്. പിന്നീട് അത് പോവാതിരുന്നതാ മാധ്യമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ. എന്ത് വൃത്തികെട്ട, അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഏതൊക്കെ തരത്തിലുള്ള സമ്മേളനം തൃശ്ശൂർ അതുപോലെ എറണാകുളത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്ന സമ്മേളനത്തിന്റെ പേര് തന്നെ എന്താണ് എന്നുള്ളത് എനിക്ക് ഈ ജനം ചാനലിന് എനിക്കും ഒരു സംസ്കാരം ഉള്ളതുകൊണ്ട് ഇതിൽ പറയാൻ വയ്യ. ആ പേര് പോലും എന്താണ് അവരന്ന് വെച്ചിരുന്നത്. അപ്പൊ എന്തൊരു വൃത്തികെട്ട സമീപനമാണ്. നാട്ടിൽ ഇപ്പൊ ഇന്നത്തെ മന്ത്രി ഉണ്ടല്ലോ MP രാജേഷ്, അയാള് നാട്ടിൽ റോട്ടിലിറങ്ങി ചുംബിക്കാൻ പോയ ആളാണല്ലോ. അപ്പൊ ഇങ്ങനെ ഈ സെക്സ് എന്ന് പറയുന്ന സാധനത്തെ അത് എല്ലാവർക്കും ഉള്ളതാണ്, അല്ലെങ്കിൽ അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഹിന്ദു മതത്തിലെ ദേവീ ദേവന്മാർക്കെതിരായിട്ട് എന്തിനാണ് ഈ സമീപനം സ്വീകരിക്കുന്നത്? അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല, ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് അങ്ങേറ്റം പ്രതീക്ഷാദാർഹമാണ്. ഈ ലോട്ടറി പിൻവലിച്ച് അവര് മാപ്പ് പറയാത്ത പക്ഷം ഈ ലോട്ടറി പിൻവലിച്ച് മാപ്പ് പറയാത്ത പക്ഷം അതിശക്തമായ പ്രക്ഷോഭം നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതൊരു അപരിഷ്കൃതമായ. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.